Praise the Lord Jesus. Hallelujah. Praise the Lord. Glory to Jesus. Glory to Jesus. Praise the Lord. Hallelujah. Praise the Lord. Glory to Jesus. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. Glory to Jesus. Thank you, Jesus. Hallelujah. 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 13-ാം തീയതി മുതൽ ആരംഭിച്ച ഈ ആമേൻ പ്രൈസ് ഓൺലൈൻ കൺവെൻഷനിൽ 20-ാം തീയതി ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ദൈവവചനമായി ആയിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവിൻ്റെ മക്കളെ കർത്താവ് ഒരുക്കിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക എനിക്ക് മുമ്പായി കഴിഞ്ഞ നിമിഷം കൃതജ്ഞത അറിയിച്ച കർത്താവിൻ്റെ ദാസൻ യേശുദാസ് ബാസ് അവറുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ ആമേ സ്തോത്രം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാനൽ അവറുകളെ ഓർത്ത് എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത ദൈവദാസി, ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസി റോസ്ലിൻ സുരേഷ് ആൻറ്റി ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ ശക്തമായ ദൈവം ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുമാറാകട്ടെ. മുഖവരകളൊന്നും പറഞ്ഞത് ഞാൻ സമയം നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിനോട് സംസാരിക്കുമാറാകട്ടെ, നമ്മുടെ ജീവിത മേഖലകളോട് ഇടപെടുമാറാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വൈകിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുവെഴുത്തുമായി അടിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യവും കൃപയും നിയോഗങ്ങളും ഒക്കെ പകരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവേ, ഗ്രൂപ്പിൻ്റെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. 13-ാം തീയതി മുതൽ നടക്കുന്ന ഈ ഓൺലൈൻ കൺവെൻഷനെ കർത്താവ് ധാരാളമായി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ദൈവത്തിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മുഖവരകളൊന്നും പറഞ്ഞു തന്നെ ഞാൻ സമയം നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. കാലം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരാൻ കഴിയാത്ത ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ മറ്റ് ഇതര മാധ്യമങ്ങളിലൂടെയൊക്കെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം തൻ്റെ ഭക്തന്മാരെ കാലാകാലങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നതോർത്ത് കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വേദഭാഗമാണ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ തന്ന ചിന്ത. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വേദഭാഗം അതിപ്രകാരമാണ്. ഞാൻ വായിക്കാം. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുതപിച്ചില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ച വേദഭാഗം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം യേശു കർത്താവിൻ്റെ ഒരു വലിയ സ്തോത്രം പ്രഖ്യാപനമാണ്. കർത്താവ് തൻ്റെ അവിടെ ആയിരിക്കുന്ന ജനത്തോട് സംസാരിക്കുന്ന ശക്തമായ ഒരു സന്ദേശമാണ് 32-ാമത്തെ വാക്യം. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിന് തൊട്ട് മുൻപുള്ള ചില ഭാഗങ്ങളിൽ ഹോശന്ന പാടുന്നതായിട്ട് തൻ്റെ ജനം സ്തോത്രം ഹോശന്ന പാടിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഹോശന്ന പാടി വരുന്ന ജനത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ കാണുന്നത് 11 മുതൽ 18 വരെയുള്ള ആ ഭാഗങ്ങളിൽ കർത്താവ് അവിടെ ഗലീലയിൽ പുരുഷാരത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ
യേശു ദേവാലയത്തിൽ ചെന്നു ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അവിടെ സ്തോത്രം എല്ലാവരെയും പൊൻവാണിഭക്കാരെ എല്ലാം പുറത്താക്കി കളയുന്ന ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശുവിന് ഹോശന്ന പറയുന്ന ഒരു കൂട്ടം ജനം. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശു കർത്താവ് ദേവാലയത്തിന്റെ അകത്തേക്ക് കയറി അതിന്റെ അകത്ത് കിടക്കുന്ന ദേവാലയത്തിന്റെ അകത്ത് വിൽക്കുന്നവരും കച്ചവടം നടത്തുന്ന, ദേവാലയത്തിന്റെ അകത്ത് ബിസിനസ് നടത്തുന്ന, ദേവാലയത്തിന്റെ അകത്ത് ദൈവഹിതമില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്ന വ്യക്തികളെ ആ മേശകളെയും ആ പൊൻവാണിക്കാരുടെ മേശകളെയും പ്രാവും കൂടും അവിടെയുള്ള എല്ലാം പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ആട്ടി ഓടിക്കുന്ന, അതിനെല്ലാം മറിച്ചിട്ടുകൊണ്ട് പ്രതികരിക്കുന്ന യേശുവിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പ്രതികരിക്കുന്ന സ്തോത്രം യേശുവിനെ അവിടെ കാണുമ്പോൾ അതിന്റെ അടുത്ത് ദേവാലയത്തിന്റെ അകത്തേക്ക് സൗഖ്യമാകുവാൻ വേണ്ടി കുഷ്ഠരോഗികളും ഭാരഭൂതം പിടിച്ച ആൾക്കാർ, കുരുടന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ അവരുടെ അടുക്കൽ വന്നു അവരെ സൗഖ്യമാക്കി എന്ന് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് ദൈവസന്നിധിയിൽ നമ്മൾ കാണുന്നത് ആലയത്തിന്റെ ഉള്ളറകളിൽ കച്ചവടം നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ, എന്നാൽ മറുഭാഗത്ത് വിടുതലിന് വേണ്ടി കൊതിക്കുന്ന, ആശ്വാസത്തിന് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കൊതിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ജനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു കർത്താവ് കച്ചവടം നടത്തുന്നവരുടെ പദ്ധതികളെയും പ്ലാനുകളെയും മറിച്ചു കളഞ്ഞുകൊണ്ട് സ്തോത്രം വിടുതലിന് വേണ്ടി കൊതിക്കുന്നവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രിയിലും ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവം മതിയായ ദൈവമാണ്. ഈ ഓൺലൈൻ കൺവെൻഷനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങൾ നല്ലവണ്ണം അറിയുന്ന, നമ്മുടെ നിരാശകൾ നല്ലവണ്ണം അറിയുന്ന, നമ്മുടെ വേദനകൾ നല്ലവണ്ണം അറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഒരു ഭാഗത്ത് ജനം ദൈവത്തെ മനസ്സിലാക്കാതെ ദേവാലയത്തിന്റെ ഉള്ളറകളെ ബിസിനസ് ആക്കി മാറ്റുമ്പോൾ ദൈവനാമത്തിന് മഹത്വത്തിനു വേണ്ടി സ്തോത്രം ഹല്ലേലൂയ നിലകൊള്ളുന്ന വ്യക്തിത്വങ്ങളെ ഓർത്ത് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കുരുടന്മാരും മുടന്തന്മാരും യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ യേശു കർത്താവ് അവരെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഈ വൈകിയവേളയിലും ആവശ്യബോധത്തോടെ, ആഗ്രഹത്തോടെ, ദൈവഭയത്തോടെ ദൈവസന് മുട്ടുമടക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ വിടുവിക്കാൻ കർത്താവ് ഇന്ന് രാത്രിയിലും ഈ വൈകിയവേളയിൽ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം, ഏത് വേദനയോട് പ്രയാസത്തോടെയാണ് ദൈവത്തിന് വന്നത്, ആവശ്യബോധത്തോടെയാണ് ദൈവത്തിന് വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇന്നൊരു വിഷയത്തിന്മേൽ പരിഹാരം അയക്കാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. അതിന് ദൈവത്തിന് ആരുടെയും മുഖം നോക്കേണ്ട ആവശ്യമില്ല. അതിന് ദൈവത്തിന് ആരുടെയും വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല. അതിന് ദൈവത്തിന് ആരുടെയും സ്തോത്രം ശബ്ദം ശ്രവിക്കേണ്ട ആഗ്രഹമില്ല. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത അവൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവാണ്. എന്നെ ശ്രദ്ധിക്കുന്ന കുടുംബമേ, ജീവിതമേ, നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് ആരുടെയും വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമല്ല. അവൻ ഏകനായി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ ഏകനായി നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. നിന്നെ സ്തോത്രം ഏതൊക്കെ ശക്തികൾ തടഞ്ഞാലും എന്റെ കർത്താവ് പിന്മാറത്തില്ല. നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ മാനിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്നെ ഉദ്ധരിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ വിശ്വാസത്തെ മാനിപ്പാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് ആരെയും നോക്കത്തില്ല. ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഏകനായി വെളിപ്പെട്ടു വന്ന് അവൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതോർത്തിന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുരുടന്മാരും മുടന്തന്മാരും ഒക്കെ അവന്റെ അടുത്തേക്ക് വരുമ്പോൾ അവനെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവിടെ വായിക്കുന്ന ഭാഗം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് സ്തോത്രം, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുത പ്രവർത്തികളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെ കണ്ടിട്ട് നീരസപ്പെട്ടു. സ്തുതിക്കുന്നവരെ കണ്ടപ്പോൾ ചിലർക്ക് നീരസമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നവരെ കണ്ടപ്പോൾ ചിലർക്ക് നീരസമുണ്ടായി. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിൽക്കുന്നവരെ കണ്ടപ്പോൾ ചിലർക്ക് നീരസമുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ചിലർ നീരസപ്പെടാൻ കാരണം ദൈവത്തെ ലജ്ജ കൂടാതെ ഉയർത്തിയതിന്റെ പേരിലാണ് നീരസമുണ്ടായത്.
ആർക്കാ നീരസമുണ്ടായെന്നറിയാമോ? അവൻ മഹാപുരോഹിതന്മാർക്കും സ്തോത്രം ഹല്ലേലൂയ നീരസമുണ്ടാകുവാനിടയായി തീർന്നു. അപ്പൊ ചിലർ പറയുന്ന ചിലരിലൂടെ മാത്രമേ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ, ചിലരുടെ മാത്രമേ ദൈവിക മഹത്വം വെളിപ്പെടത്തുള്ളൂ. ഇന്ന് രാത്രി ഞാൻ പറയാം, വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവ മഹത്വം ഇറങ്ങി വരും. കർത്താവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണോ? അവന്റെ കുലം നോക്കാതെ, മഹിമ നോക്കാതെ, അവന്റെ ജീവിത സാഹചര്യം നോക്കാതെ, അവന്റെ പണം നോക്കാതെ, പ്രതാപം നോക്കാതെ ദൈവം അവനെ ഉപയോഗിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രി സ്തോത്രം ദൈവത്തിന്റെ പൈതലെ, നമ്മെ ദൈവം ഉയർത്തുന്നത്, ദൈവം നമ്മെ മാനിക്കുന്നത് നമ്മുടെ കുലശ്രേഷ്ഠത കണ്ടിട്ടല്ല, നമ്മുടെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടല്ല, നമ്മുടെ പാരമ്പര്യം കണ്ടിട്ടല്ല, ദൈവത്തിന് വേണ്ടി നിൽക്കുവാനുള്ള ഒരു മനസ്സ് കണ്ടിട്ടാണ് ദൈവം നമ്മളെ മാനിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇതാ മഹാപുരോഹിതന്മാർ നോക്കുമ്പോൾ, യേശു കർത്താവിനെ സ്തുതിക്കുന്ന ബാലകന്മാരെ കാണുമ്പോൾ, ദാവീദിന്റെ പുത്രാ ഹോശന്ന എന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ ചിലർക്ക് നീരസമുണ്ടാകുക. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയാം, ചിലരോട് നീരസമുണ്ടാകുന്നതിന്റെ കാരണം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് കൊണ്ടാണ്. നന്നായിട്ടൊന്ന് ആരാധിച്ചാൽ, നന്നായിട്ടൊന്ന് സ്തുതിച്ചാൽ, നന്നായിട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാൽ, നല്ല ഒരു സ്തോത്രം പറഞ്ഞാൽ, നല്ല ദൈവത്തിനൊരു മഹത്വം കരയറ്റിയ ചിലർക്ക് നീരസമാ. എന്താ കാര്യം? പ്രൈസ് ദി ലോർഡ്. വേഷത്തിന്റെ ഭക്തിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അഭിഷേകത്തിന്റെ ശക്തി കാണുമ്പോൾ നീരസമുണ്ടാകും. ഇന്ന് രാത്രി നീരസം ഉണ്ടാകുമെന്ന് നീ ഭാരപ്പെടേണ്ട. യേശുവിന് നിന്റെ ആമേന്മേൽ പ്രവർത്തിക്കുവാനുണ്ട്. അവിടെ വായിച്ച് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. യേശു അവർ യേശുവിനോട് പറയുന്നത്, ഇവർ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഇവർ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ് അവരോട്, ശിശുക്കളെയും മുല കുടിക്കുന്നവരുടെ വായിൽ നീ പുകച്ച ഒരുക്കിയിരിക്കുന്നുള്ള അത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വം കരയറ്റാൻ ശ്രമിക്കുമ്പോൾ, ദൈവപ്രവർത്തിക്ക് പരിമിതി കൽപ്പിച്ചുകൊണ്ട്, ദൈവപ്രവർത്തിക്ക് നിങ്ങൾ അതിരി കൽപ്പിച്ചുകൊണ്ട്, ദൈവപ്രവർത്തിക്ക് നിങ്ങൾ അതിരി വെച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഇന്ന് രാത്രി യേശു കർത്താവ് പറയുകയാണ്, അതിരുകൾ നോക്കാതെ, പരിമിതികൾ നോക്കാതെ യേശുവിനെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നവരുടെ ന്യായപ്രമാണത്തിന്റെ നിവർത്തി വെളിപ്പെട്ടു വരാൻ പോകുകയാ. നിങ്ങൾ വായിച്ചിട്ടില്ലേ? ന്യായപ്രമാണത്തിൽ ശിശുക്കളുടെ മുല കുടിക്കുന്നവരുടെ വായിൽ അവൻ പുകഴ്ച ഒരുക്കിയിരിക്കുന്നെന്ന്. അതാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. അതിരുകൾ പറഞ്ഞ്, പരിമിതികൾ പറഞ്ഞ്, സാഹചര്യങ്ങൾ പറഞ്ഞ്, ജീവിത അനുഭവങ്ങൾ പറഞ്ഞ് ദൈവിക പദ്ധതിയെ മാറ്റിവെക്കുന്നവരുടെ ദൈവത്തിന് മഹത്വം ഇറങ്ങി വരത്തില്ല. അതിരുകൾ നോക്കാതെ, പരിമിതികൾ നോക്കാതെ, പ്രയാസങ്ങൾ നോക്കാതെ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ നോക്കാതെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അവൻ നിൽക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ദൈവത്തിന്റെ ആത്മാവ് മാനിപ്പാൻ ശക്തനായി ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകുകയാണ്. ദൈവാത്മനെ കൈമാറുന്ന ദൂതിതാണ്. നിന്റെ പ്രശ്നം എത്ര കഠിനമേറിയതായാലും, നിന്റെ പ്രതികൂലങ്ങൾ എത്ര വെല്ലുവിളികൾ നിറഞ്ഞതായാലും, നീ എത്ര തീച്ചുളയ്ക്കകത്തൂടെ കടന്നുപോയാലും, എത്ര അഗ്നിശോധനയ്ക്കകത്തൂടെ നീ കടന്നുപോയാലും, പരിമിതി നോക്കാതെ ദൈവത്തിന് മഹത്വം എടുക്കാൻ നീ തയ്യാറായാൽ, നിന്റെ വിശ്വാസത്തെ ആദരിക്കുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ജീവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചിലർ നോക്കി പറയും, എന്താ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? എന്താ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്? എന്താ നിന്റെ തലമുറയിൽ ഇങ്ങനെ സംഭവിച്ചത്? പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലേ, ആരാധിക്കുന്ന വ്യക്തിയല്ലേ, എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, നിന്റെ പരിശോധനയ്ക്കകത്ത് നിന്ന്, നിന്റെ അഗ്നിശോധനയ്ക്കകത്ത് നിന്ന് ദൈവത്തിനായി നീ വില കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, സ്തോത്രം, എവിടെയാണോ നിന്നെ അപമാനിക്കാൻ നോക്കിയത്, എവിടെയാണോ നിന്റെ തലതാഴ്ത്താൻ നോക്കിയത്, അതിന്റെ നടുവിൽ സ്വർഗത്തിൽ ദൈവം നിന്നെ മാനിപ്പാനായി ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനായി വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. അതിനുശേഷം ഹല്ലേലൂയ, അവൻ നഗരത്തിലേക്ക് പോയി. നഗരത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച, ഒരു അത്തി. അവന് വിശന്നപ്പോൾ അവൻ അത്തിയിലേക്ക് നോക്കിയപ്പോൾ അത്തിയിൽ ഫലം കണ്ടില്ല. യേശു കർത്താവ് അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, സ്തോത്രം, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഫലം കഴിക്കാത്ത അത്തിയെ നോക്കി കർത്താവ് ശപിച്ചപ്പോൾ അത്തി ശാപഗ്രസ്തനായി, അല്ലെങ്കിൽ ആ അത്തി
ഉണങ്ങി കരിഞ്ഞു പോകാനിടയായി. യേശു കർത്താവ് പറഞ്ഞു, വിശ്വാസത്തോടെ നിങ്ങൾ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് കർത്താവ് നൽകി തരുമെന്ന് പറഞ്ഞ് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അവൻ പിന്നെയും ദേവാലയത്തിൽ ചെല്ലുവാനിടയായി. അവിടെ മുതലാണ് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ഇന്നത്തെ ചിന്ത ആരംഭിക്കുന്നത്. അവൻ ദേവാലയത്തിന് അകത്തേക്ക് യേശു കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവൻ ചിലർ അവനോട് ചോദിക്കുന്നു. ദേവാലയത്തിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവന്റെ അടുക്ക ചെന്നിട്ട് അവനോട് ചോദിക്കുക, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? അവരോട് ചോദിക്കുകയാണ്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഇന്ന് രാത്രി അഭിഷേകത്തിൽ പുറപ്പെടുന്ന, അധികാരത്തോടെ പുറപ്പെടുന്ന, ദൈവനിയോഗത്തിനു മുമ്പിൽ പുറപ്പെടുന്ന ഒരു ദൈവവേദനയോട് ലോകം ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? നല്ലൊരു ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഒരു ദൈവപ്രവർത്തിക്കായി നമ്മൾ നിൽക്കുമ്പോൾ, കർത്താവിന്റെ നാമത്തിനു വേണ്ടി നമ്മൾ പലതും നോക്കാതെ ഇറങ്ങുമ്പോൾ ചിലർ പറയുന്നു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്? നീ എന്ത് കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്? നിനക്ക് എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്. യേശു തിരിച്ചവരോട് ഉത്തരമല്ല പറയുന്ന ഒരു ചോദ്യമാണ് അവരോട് ചോദിക്കുന്നത്. നീ എന്ത് അധികാരം കൊണ്ട് അവൻ ഇത് ചെയ്യുന്നു എന്ന് അവൻ യേശുവിനോട് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും ചോദിക്കുമ്പോൾ സ്തോത്രം, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ എന്ന് നിങ്ങൾ ഉത്തരം പറയണമെന്ന് പറഞ്ഞ് യേശു കർത്താവോട് സംസാരിക്കുക. ഉത്തരം പറഞ്ഞാൽ ഞാനും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം എന്ന് കർത്താവ് അവരോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ല. ഹല്ലേലൂയ. അവർ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, ആലോചിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാത്തത് എന്ത്? മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞാൽ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ട് അവർ ഉത്തരം പറഞ്ഞില്ല. അവരവിടെ നിന്ന് എസ്കേപ്പായി. അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയത്തില്ല. അപ്പൊ കർത്താവ് അവരെ നോക്കി പറയുകയാണ്, എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവരോടും ഉത്തരം പറയാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. എല്ലാത്തിനും ഉത്തരം കൊടുക്കാൻ നമുക്ക് സ്തോത്രം, നമുക്ക് അതിന് സമയമില്ല. ദൈവ നിയോഗത്തിന് വിരുദ്ധമായി വരുന്ന പലതിനെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പരിശുദ്ധാത്മ നിയോഗത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്തിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മ നിയോഗത്തിൽ ഒരു വെളിപ്പാട് പറയുമ്പോൾ, ഒരു ആത്മീയ ദൂത് കൈമാറുമ്പോൾ അതിനെ അംഗീകരിക്കാതെ മാനുഷിക ബുദ്ധിയിൽ അതിനെ ചിന്തിപ്പിക്കുന്ന, മാനുഷിക ബുദ്ധിയിൽ അതിനെ വിലയിരുത്തുന്ന ഒരു കാലഘട്ടത്തിലും ഒരു സമൂഹത്തിലുമാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ നടുവിൽ നമുക്ക് എല്ലാവരോടും ഉത്തരം പറയാൻ നമുക്ക് സ്വന്തം അവസരമില്ല. നമുക്കതിന് ആവശ്യമില്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ച അനേക കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കുണ്ട്. എല്ലാത്തിന്റെ മുമ്പിൽ പോയി സമയം ചിലവഴിച്ച് സമയം നഷ്ടപ്പെടുത്താൻ നമുക്ക് സമയമില്ല. നമുക്ക് അനേക കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാനുണ്ട്. അനേക കാര്യങ്ങൾ ദൈവത്തിനായി പ്രവർത്തിക്കാനുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, അഭിഷേകത്തോടെ നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ, അധികാരത്തോടെ നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ, ദൈവിക പ്രവർത്തിയോടെ നീ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ, നിന്റെ അഭിഷേകത്തെയും ദൈവനിയോഗത്തെയും ചോദ്യം ചെയ്യുന്ന പലരും നിന്റെ നടുവിലുണ്ട്. എന്തിനാണ് നീ അത് ചെയ്യുന്നത്? എന്ത് അധികാരം കൊണ്ട് നീ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞ നിന്നെ ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ ദൈവത്തിന് ആത്മ പറയുകയാണ്, നിന്നെ അതിശക്തിയോടെ ദൈവം ഉപയോഗിക്കാൻ പോകുകയാ. ചില കുടുംബങ്ങളോടായി, വ്യക്തികളോടായി, ദൈവമക്കളോടായി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുന്ന ദൂത്, എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നുവെന്ന് നിന്നെ നോക്കി പറഞ്ഞവിടെ മുമ്പിൽ ദൈവം നിന്നെ ശക്തി ഈ ദിവസങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാ. അവരോട് നിനക്ക് എതിര് പറയാനില്ല. അവരോട് നിനക്ക് ഒന്നും സംസാരിക്കാനില്ല. അവരോട് നിനക്ക് സ്വത്രം അതൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല. മൗനമായി ദൈവസ്വം നിന്റെ ജീവിതത്തെ, ശുശ്രൂഷകളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസ്വനെ മൗനമായിരിക്കുമ്പോൾ നീ ആരാണെന്നും നിന്റെ അഭിഷേകം എന്താണെന്നും നിന്റെ ശുശ്രൂഷ എന്താണെന്നും ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ.
നീ വാദിക്കാൻ വേണ്ടി കടന്നു പോകണ്ട, നീ തർക്കിക്കാൻ വേണ്ടി കടന്നു പോകണ്ട, നീ എന്താ എതിര് പറയാൻ പോകണ്ട. നീ ആരാണെന്ന്, നിന്റെ അഭിഷേകം എന്താണെന്ന്, ദൈവത്തിന്റെ പൈതലാവേശം നിൽക്കുന്ന വ്യവസ്ഥ എന്താണെന്ന് ലോക ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാ. നിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ, പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. ഒരിക്കൽ ശക്തനായ ഒരു മനുഷ്യൻ, ദൈവത്തിനായി നിന്ന മനുഷ്യൻ, അവൻ ദൈവത്തോട് ചോദിച്ചുണ്ട്, യഹോവേ, നീ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ ഭവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നന്മകളെ ശത്രു ചോർത്തിക്കൊണ്ടു പോകുന്നത് എന്താണ്? ഞങ്ങളുടെ നന്മകളെ പിശാച് അപഹരിച്ചു കൊണ്ടുപോകുന്നത് എന്താ? നാളുകളായി ഞങ്ങൾ അനുഭവിക്കുന്ന വിഷയമാണ്, നാളുകളായി ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയമാണ്. എന്താണ് ഈ ശത്രു ഈ നന്മകൾ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ട് കർത്താവേ നീ ഞങ്ങളുടെ ദൈവമെങ്കിൽ ഞങ്ങൾക്ക് സംഭവിക്കുന്നു? ആമേൻ. പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവത്തോടവൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ദൈവത്തിന്റെ ദൂതൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പരാക്രമശാലിയായ പരാക്രമശാലിയെ, ഈ ബലത്തോടെ നീ കടന്നു പോക എന്ന് ഗിദെയോനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇന്ന് രാത്രി ചില കുടുംബങ്ങളോടായി, വ്യക്തികളോടായി അവൻ പരിശുദ്ധയാത്മാവ് ദൂത് കൈമാറുകയാ. അവൻ ചില ചോദ്യ ചിഹ്നങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് നിൽക്കുമ്പോൾ, ചില സംശയങ്ങൾ ഉടരാ ഹസ്തപ്രമനകടകസി, എന്തുകൊണ്ട് ദൈവമേ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് ചില ചോദ്യ ചിഹ്നങ്ങളും ചില എതിർവാക്കുകളും നിന്റെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവം പറയുക, അവന്റെ വിഷയത്തിൽ എനിക്ക് ചില പ്രവർത്തിക്കാനുണ്ട്. അവൻ ഭാരപ്പെട്ടവനെ നോക്കി പറയുക, പരാക്രമശാലി യഹോവ നിന്നോട് കൂടെയുണ്ട്. പിന്നീട് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ കാണുന്ന കാഴ്ച, ഏത് ശത്രുവാണോ അവൻ നശിപ്പിക്കാൻ അവന്റെ ജീവിതത്തോട് അടുത്തത്, ഏത് ഇരുട്ടിന്റെ അധികാരമാണോ അവനെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതികൾ മെനഞ്ഞത്, അവർ പറയുന്ന കാഴ്ചയാണ് അവർ കേൾക്കുന്നത്. ആമേസ്തോത്രം. ഞാൻ ഇന്നലെ ഒരു ദർശനം കൊണ്ടു. യവത്തപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ദേശത്തിലേക്ക് ഉരുണ്ടുവരുന്നു. ആ യവത്തപ്പം ഏതാണെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശത്രുക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഗിദെയോന്റെ കാതുകൾ അത് കേൾക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഗിദെയോനല്ലാതെ, ഗിദെയോന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ശത്രുവിന്റെ വാക്കുകൾ കൊണ്ട് അവൻ കേൾക്കുകയാ, ശത്രുവിന്റെ വാ കൊണ്ട് അവൻ കേൾക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുന്ന ദൂത്, നിന്നെ കുറിച്ച് നീ അറിയാതെ കുറ്റപ്പെടുത്തുന്ന, നിന്നെ കുറിച്ച് അപവാദം പറഞ്ഞു വരത്തുന്ന, നിന്നെ കുറിച്ച് ദോഷങ്ങൾ പറഞ്ഞു വരത്തുന്ന ഭ്രമണഘടകസി ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ മുമ്പ് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. നീ ആരാണെന്ന്, നീ എന്താണെന്ന്, നീ എങ്ങനെയാണെന്ന്, നീ എന്താ ചെയ്യുന്നത്, പുറമേ ചിരിക്കുന്നവരായിരിക്കാം, പക്ഷേ നിന്നെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്ന ചിലർ, പരിശുദ്ധാത്മാ വളരെ വ്യക്തമായി അവൻ വ്യക്തിത്വങ്ങളോട് ദൂത് കൈമാറുകയാ. നിന്നെക്കുറിച്ച് സ്തോത്രം, നിന്റെ മുഖം നോക്കി ചിരിക്കുമെങ്കിലും നിന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു വരുത്തുന്ന ചിലതിന്റെ ദൈവത്തിന്റെ ആത്മാ വ്യക്തികളെ അവൻ ഇന്ന് രാത്രി കാണിക്കുകയാ. അവരുടെ നടുവിൽ നീ ആരാണെന്ന് ദൈവം തന്റെ അഭിഷേകത്താൽ അവൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ. ഗിദെയോന്റെ കാതുകൾ അത് കേൾക്കുകയാ. സ്തോത്രം. ഇത് ഗിദെയോന്റെ വാളല്ലാതെ ഒന്നുമല്ല എന്ന് കേൾക്കുകയാ. സ്തോത്രം. ശത്രു പറയുന്നത് കേൾക്കുകയാ. ഈ ദിവസങ്ങളിൽ നിന്നെ കുറ്റപ്പെടുത്തിയവർ പറയുക, അത് സാധാരണ വ്യക്തിയല്ല, അത് സാധാരണ മനുഷ്യനല്ല, അവൻ സാധാരണ സ്തോത്രം വ്യക്തിയല്ല, അവന്റെ വല്ല അഭിഷേകമുണ്ട്, അധികാരമുണ്ട്, അവന്റെ വല്ല അസാധാരണ ദൈവപ്രവൃത്തിയുണ്ട് എന്ന് നിന്റെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. നീ അവൻ വാദിക്കാനും തർക്കിക്കാനൊന്നും പോകണ്ട. കർത്താവ് നിനക്ക് വേണ്ടി ഉണരാൻ പോകുകയാ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ആ ദൈവപ്രവൃത്തി കുടുംബങ്ങളുടെ മേൽ സംഭവിക്കാൻ പോകുകയാ. രക്തത്തങ്ങ ജയമെടുക്കുകയാ, രക്തത്തങ്ങ ജയമെടുക്കുക. ഇന്ന് രാത്രി എവിടെയാണ് നിന്നെ ഉടച്ചു കളയാൻ, ഏത് മേഖലയാണ് നിന്നെ ഒതുക്കി കളയാൻ, എവിടെയാണ് പിശാചിനെ പിച്ചു ചീന്താൻ, എവിടെയാണ് പിശാചിനെ വലിച്ചു കീറാൻ പദ്ധതിയിട്ടത്, അവിടെ ദൈവാത്മാ നിന്നെ ഉദ്ധരിക്കാൻ പോകുന്നത് കുടുംബങ്ങളോട് ആ ദൈവാത്മാ വിളിച്ചു പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, അവന് എന്തധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്ന് നിങ്ങളോട് പറയുന്നില്ല. എന്നാൽ മുന്നിലേക്ക് കടന്നു പോകുമ്പോൾ യേശു കർത്താവ് അവരെ നോക്കി രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വായിക്കുന്നത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ആ 2 പുത്രന്മാരിൽ ഒരുവനോട് ഒന്നാമത്തെ അടുക്കൽ ചെന്ന് മകനെ, ഒരു പിതാവ് ഒന്നാമത്തെ മകന്റെ അടുക്കൽ ചെന്ന് അവനോട്, മകനെ, പ്രൈസ് ദി ലോർഡ്, എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു.
എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ലെന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഒന്നാമത്തവൻ പറയുക എനിക്ക് മനസ്സില്ല. എന്നാൽ രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് അവൻ ചെല്ലുമ്പോൾ, ആ പിതാവ് ചെല്ലുമ്പോൾ അവൻ പറയുന്നു, അപ്പാ ഞാൻ പോകാം, ഞാൻ നിന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം. പക്ഷേ അവൻ മനസ്സില്ലെന്ന് പറഞ്ഞവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി. എന്നാൽ പോകാമെന്ന് പറഞ്ഞവൻ മുന്തിരിത്തോട്ടത്തിൽ പോയില്ല. അതിനെ ആസ്പദമാക്കിയാണ് യേശു കർത്താവ് ചോദിച്ചു, ഈ രണ്ടുപേരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തവർ? ഇവരിൽ ആരാകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തവനെന്ന് അവർ ഉത്തരം പറഞ്ഞു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പലരും പലതും പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ മാസത്തിന്റെ അവസാനം വരികയാണ്, വർഷാവസാന പ്രാർത്ഥന വരാൻ പോകുകയാണ്. ആ സമയത്ത് പലരും പല പ്രതിഷ്ഠകളും എടുക്കാറുണ്ട്, പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുന്ന സമയങ്ങളുണ്ട്. എന്നാൽ പിറ്റേ വർഷം അതൊന്നും ചെയ്യാതെ പഴയതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് രാത്രി പറയാം, പലരും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, പലരും പല വാക്കുകൾ എടുത്തിട്ടുണ്ട്. അപ്പനെ പ്രസാദിപ്പിച്ചത്, അപ്പനെ സന്തോഷിപ്പിച്ചത്, അപ്പന്റെ ഇഷ്ടം ചെയ്തത് ആരെന്നറിയാമോ? വാക്കുകൾ കൊണ്ട് അപ്പനെ അവൻ പ്രോത്സാഹിപ്പിച്ച വ്യക്തി അല്ല, പ്രവർത്തികൾ കൊണ്ട് അപ്പനെ മഹത്വപ്പെടുത്ത വ്യക്തിയാ. പ്രൈസ് ദി ലോർഡ്. പലരും പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നെങ്കിലും അവരൊന്നും പ്രവർത്തിക്കാതെ മാറി നിൽക്കുമ്പോൾ, ആമേൻ സ്തോത്രം, പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും ആമേൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു മാറി നിന്ന പലരും ദൈവത്തിനു വേണ്ടി മുന്നിലേക്ക് ഇറങ്ങി വന്ന് ദൈവമഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. അതിനോടനുബന്ധിച്ചാണ് കർത്താവ് അവിടെ പ്രൈസ് ദി ലോർഡ് പറഞ്ഞ വാക്ക്, 32ാമത്തെ വാക്ക്. 32ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. യോഹന്നാനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. അവൻ മറ്റൊരു കൾച്ചർ പറയാനില്ല, ഒരു പൗരോഹിത്യത്തിന്റെ കൾച്ചർ പറയാനില്ല, പൗരോഹിത്യത്തിന്റെ കുടുംബമാഹാത്മ്യം പറയാനില്ല. അവൻ ചരിത്രം പറയുന്നു. ഏതോ അവൻ ജീവിത സാഹചര്യത്തിൽ അവന്റെ മാതാവ് അവനെ എടുത്തുകൊണ്ട് ഓടുമ്പോൾ ആമേ സ്തോത്രം അവന്റെ മാതാവ് കൊല്ലപ്പെടുകയും അവൻ ആമേ സ്തോത്രം സമൂഹത്തിന്റെ മുൻപിലേക്ക് ആമേ സ്തോത്രം ആമേൻ സന്യാസി സമൂഹത്തിന്റെ അവൻ കൂടെ അകപ്പെടുകയും മരുഭൂമിക്കകത്ത് വളർത്തപ്പെട്ട് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ സന്യാസി സമൂഹത്തിന്റെ ഇടയിൽ വളർത്തപ്പെട്ടൊരു മകനാണ് യോഹന്നാൻ സ്നാപകൻ. ആ യാത്രയിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന യാത്രയിൽ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്ന സമയം, പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സമയത്ത്, പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് അവർ ഓടുവാൻ തുടങ്ങുമ്പോൾ ഏതോ സ്തോത്രം സമയത്ത് അവർ മരിച്ച് ഏതോ ഒരവസ്ഥയിൽ പ്രത്യേക അപകടത്തിൽ മരിക്കുകയും ആ കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്യുന്നത് ചരിത്രം പറയുകയാണ്. ഞാൻ അങ്ങനെ വായിച്ചതായി ഓർക്കുന്നു. അങ്ങനെ ആ കുഞ്ഞവിടെ നിന്ന് നിലവിളിക്കുമ്പോൾ യെസേന്യ സമൂഹത്തിന്റെ മുൻപിൽ ആ കുഞ്ഞിനെ കിട്ടുകയും യെസേന്യ സമൂഹങ്ങൾ, ആ സന്യാസി സമൂഹം ആ കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയെ വളർത്തി വലുതാക്കി ചുരുളുകളുള്ള സ്തോത്രം മൺകുടങ്ങളിൽ ചുരുളുകൾ വെച്ചിരിക്കുന്ന ചാവുകളുടെ ചുരുളുകൾ പോലെയുള്ള ചുരുളുകൾ വെച്ചിരിക്കുന്ന ആ ഗുഹാ സമൂഹത്തിന് നടുവിൽ ചുരുളുകൾ ന്യായപ്രമാണത്തെ കുറിച്ച് എഴുതി പഠിക്കുന്ന ആ സന്യാസി സമൂഹം ന്യായപ്രമാണത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ യോഹന്നാൻ സ്നാപകനെ പഠിപ്പിക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ശബ്ദമായി ദൈവരാജ്യത്തിനു വേണ്ടി വഴിയൊരുക്കുവാൻ യോഹന്നാൻ കടന്നു വരികയാ. അവന്റെ വാക്കിൽ മാനുഷികമായിട്ടുള്ള ഒരു കരുണയും കാണുന്നില്ല, അവന്റെ വാക്കുകളിൽ ഒരു പാരമ്പര്യം കാണുന്നില്ല, അവന്റെ വാക്കുകളിൽ സ്തോത്രം പണത്തിന്റെ കൊഴുപ്പ് കാണുന്നില്ല, ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും സ്തോത്രം വെട്ടിക്കളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് യാതൊരു വ്യക്തിയുടെയും മുഖം നോക്കാതെ, യാതൊരു വ്യക്തിയുടെയും ജീവിതത്തെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിന്റെ വെളിച്ചമായി ദൈവത്തിന്റെ വഴിയായി വെളിപ്പെട്ട യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആരാണ്? എന്താ മനുഷ്യനെ നോക്കി ഭയത്തോടെ പറയാത്തത്? മനുഷ്യനെ നോക്കി ഭയത്തോടെ പറയാത്തതിന്റെ കാരണം, സർപ്പസന്തതി എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇതാണ്, അവന് ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവന് പറയാനുള്ളത് മരുഭൂമിയിൽ വെച്ച് അവൻ പ്രാപിച്ച ചില ന്യായപ്രമാണത്തിന്റെ സത്യങ്ങളാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അഭിഷേകം പ്രാപിച്ച, ആത്മനിറവ് പ്രാപിച്ച യോഹന്നാൻ മരുഭൂമിയിൽ അവൻ ജീവിക്കുമ്പോഴും അവന്റെ ഉള്ളറകളിൽ തിളയ്ക്കുന്ന സത്യം ഇതാണ്: എന്റെ യേശുവിന് വഴിയൊരുക്കാൻ എനിക്ക് കടന്നു പോകണം. ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അവൻ വഴിയൊരുക്കാൻ വേണ്ടി കടന്നു പോവുകയാ. മനുഷ്യന്റെ മുഖം നോക്കിയാൽ നിനക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം പറയാൻ കഴിയില്ല. മനുഷ്യന്റെ മുഖം നോക്കിയാൽ ദൈവവചനത്തെ പ്രഖ്യാപിക്കാൻ നിനക്ക് കഴിയില്ല. ദൈവത്തിന് ആലോചന കൈമാറാൻ നിനക്ക് കഴിയത്തില്ല. ഇന്ന് പലരും മനുഷ്യന്റെ മുഖം നോക്കി ശുശ്രൂഷകളെ മാറ്റി നിർത്തുമ്പോൾ ഈ രാത്രി ദൈവം വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ മുഖം നോക്കിയല്ല ദൂതുകൾ കൈമാറേണ്ടത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നാം നിൽക്കുവാൻ തയ്യാറായാൽ അസാധാരണമായി ദൈവം നമ്മെ ഉപയോഗിക്കാനിടയായിത്തീരും. പണത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പ്രതാപങ്ങൾക്ക് വേണ്ടി ദൈവാലോചനയെ പലരും മൂടി വയ്ക്കുമ്പോൾ ശുശ്രൂഷയിൽ പലരും പരാജയപ്പെട്ടു പോകുകയാണ്. ഇന്നലകളിൽ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പലരും പിന്നത്തേത് സ്തോത്രം ഹല്ലേലൂയ പണത്തിന്റെ പിന്നാലെ, സ്ഥാനമാനത്തിന്റെ പിന്നാലെ ദൈവാലോചനയെ മറച്ചു വെച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോയപ്പോൾ അവർ പരാജയപ്പെട്ടു പോയി. ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ നമ്മോട് പറയുക, അവൻ ഇന്നലകളിൽ പരാജയപ്പെട്ടവന് മുമ്പിൽ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ, വചനത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ ചിലതിനെ ദൈവാത്മാവ് ഇന്ന് ഈ രാത്രി അന്വേഷിക്കുകയാ. ഈ ഓൺലൈൻ കൺവെൻഷനിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. യോഹന്നാന് പറയാൻ സർപ്പസന്തതിയെന്ന് അവൻ ജനസമൂഹത്തോട് വിളിച്ചു പറയാൻ അവന് കിട്ടിയ ധൈര്യം എന്ന് പറയുന്നത്, അവൻ മനുഷ്യന്റെ മുഖം നോക്കിയല്ല ജീവിച്ചത്. മനുഷ്യനുമായിട്ട് അവന് മറ്റ് സമൂഹമായിട്ട് അവനൊരു ബന്ധവുമില്ല. അവൻ മരുഭൂമിയിലാണ് വളർന്നത്. മരുഭൂമിയുടെ തീച്ചൂളയിൽ വളർന്നവർക്കറിയാം, എന്നെ പുറത്തു കൊണ്ടുവന്നത് എൻ്റെ ദൈവമാണ്. ഒരിക്കൽ അവൻ അവിടെയുള്ള ആ പെട്ടകത്തിന് മുമ്പിൽ കിടന്നുകൊണ്ട് രാജാവായ ദാവീദ് തുള്ളിച്ചാടി ആരാധിക്കുന്ന സമയത്ത് സ്തോത്രം കിളിവാതിലിൽ കൂടെ സ്തോത്രം ഹല്ലേലൂയ മീഖൾ എന്ന് പറയുന്ന ഒരു സഹോദരി ദാവീദിനോട് പറയുന്നു, നീ എന്തിനാ നിന്റെ ഈ പ്രജകളെക്കാൾ കഷ്ടമായിട്ട് ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ, ആരാധിക്കുന്നവരെ നോക്കി കുറ്റപ്പെടുത്തിയപ്പോൾ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജസ്ഥാനത്തന്നെ കൊണ്ടുവന്നത് നിന്റെ അപ്പനല്ല, വനാന്തരത്തിൽ കിടന്നപ്പോൾ എന്നെ കൈപിടിച്ച് നടത്തിയ ദൈവമുണ്ട്. വന്ന വഴികളെ മറക്കാതിരുന്നാൽ, വന്ന വഴികളെ കുറിച്ച് മറക്കാതിരുന്നാൽ ദൈവം നമ്മളെ ഉപയോഗിക്കുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു ചിന്തിച്ചാൽ നമുക്കറിയാം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഭക്ഷണത്തിന് ആഹാരമില്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ പുറകിലുണ്ട്. ആരും നമ്മെ കൈത്താങ്ങൽ വരാനില്ലാത്ത, ആരും നമ്മെ പിടിച്ചുയർത്താനില്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ പുറകിലുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ അവൻ തന്നെ അഭിഷേകത്താൽ നമ്മളെ നിറച്ച് പുറത്തേക്ക് കൊണ്ടുവരുവാനിടയായി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒത്തിരി നാളുകൾ കഴിഞ്ഞപ്പോൾ പലരും വന്ന വഴി മറന്നുപോയി. വലന്മസ്വം ഇറങ്ങി തിരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ദർശനങ്ങളെല്ലാം മറന്നുപോയി. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവി പറയട്ടെ, ഒരുപിടി ദർശനവുമായി ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ഇന്നലകളെക്കാൾ അധികമായി ശക്തമായി നിൽപ്പാൻ പിതാവേ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ തയ്യാറാകുന്ന വ്യക്തികൾ ദൈവം ഈ ദിവസങ്ങൾ ഉപയോഗിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മറന്നുപോയവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, യോഹന്നാൻ നീതിമാർഗം പ്രസംഗിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് വന്നു, എന്നാൽ നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. ദൈവത്തിന്റെ നീതിയെക്കുറിച്ച്, ദൈവത്തിന്റെ നീതിയുടെ വഴികളെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ നീതിമാർഗം പ്രസംഗിച്ചു വന്നു, പക്ഷെ നിങ്ങൾ അതെന്ത് ചെയ്തില്ല? നിങ്ങളത് വിശ്വസിച്ചില്ല. എന്നാൽ അടുത്ത ഭാഗം വായിക്കുന്നു, ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. ലോകത്തിലെ ആ യാതൊരുവിധ ക്വാളിറ്റിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പലരും, നിങ്ങൾ ഞങ്ങളുടെ കൂടെ അടുപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പലരും, ഞങ്ങളുടെ കൂടെ ചേർക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ പലരും, ഞങ്ങളുടെ സംഘടനകളിൽ, ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളെ കൂടെ ചേർക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് പൗരോഹിത്യ മേഖലയിൽ ഉറച്ചു നിന്ന പലരും നോക്കി നിൽക്കേ
ഇവിടെ ഇതാ ചുങ്കക്കാരും വേശ്യമാരും ലോക പാപികളെന്ന് മുദ്ര കുത്തിയ പലരും യോഹന്നാന്റെ നീതിയുടെ വചനങ്ങളെ വിശ്വസിച്ചു. അവരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാ. അവരിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ യേശു കർത്താവ് പറയുന്നു, അത് കണ്ടിട്ടും നിങ്ങൾ എന്ത് ചെയ്തില്ല? വിശ്വസിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പിന്നത്തേതിൽ അനുദപിച്ചില്ല. രക്തത്താൽ ജയമെടുക്കുക. ബലഹീനനെ നമുക്കറിയാം. കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ സമയം മുമ്പിൽ മുന്നോട്ട് പോകുക. കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം, അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ഈ കൺവെൻഷനിൽ, ഈ ഓൺലൈൻ കൺവെൻഷനിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, യോഗ്യതയില്ലാത്തവരെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് പുകഴ്ച പറയാൻ നമുക്കൊന്നുമില്ല. ആമേശ്വരം നമുക്ക് പണത്തിന്റെ ഒന്നും പറയാം, സ്ഥാനമാനം പറയാൻ, അവൻ പദവികൾ പറയാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മളോട് കരുണ കാണിച്ചതാണെന്ന് രാത്രി നമ്മൾ മറക്കരുത്. നമ്മൾ നിന്നതല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ നിർത്തിയതാ. നമ്മൾ നേടിയതല്ല, ഇവിടെ നിന്ന് വരെ നമ്മൾ എത്തിപ്പെട്ടതല്ല, ദൈവം നമ്മളെ കൊണ്ടുവന്നതാ. ഇന്ന് രാത്രി ഹല്ലേലൂയ, കൃപയ്ക്കുള്ളിൽ മറയുന്ന ആ ദൈവപ്രവൃത്തിയിൽ മറയുന്ന കുടുംബമേ, നിന്നെ അവൻ മാനിപ്പാൻ അവന് പദ്ധതി കൊണ്ട് ഇന്നലകളെക്കാൾ അധികമായ ശക്തിയോടെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട്. ആമേൻ, സ്തോത്രം. അധികാരമുള്ള പലരും, അവകാശമുള്ള പലതും, പ്രൈസലോ സ്ഥാനമാനമുള്ള പലതും അത് ദൈവപ്രവൃത്തിയെ കണ്ട് മാറി നിൽക്കുമ്പോൾ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിലനിൽക്കാതെ മാറി നിൽക്കുമ്പോൾ യാതൊരുവിധ യോഗ്യതയുമില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാ. ജീസസ് കൊരിന്ത്യ ലേഖനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ അവൻ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രി നിന്റെ കഴിവല്ല, കർത്താവേ ഇതാ അടിയനിതാ, അടിയനെ അവൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവ പൈതലുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ മാനിപ്പാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇറങ്ങി വരികയാണ്. ചോദ്യം ചെയ്യാൻ പലരുമുണ്ട്, അപമാനിക്കാൻ പലരുമുണ്ട്, കുറ്റപ്പെടുത്താൻ പലരുമുണ്ട്, കുടുംബമാഹാത്മ്യം നോക്കാൻ പലരുമുണ്ട്. ഇന്ന് രാത്രി പറയാം, അതൊന്നും നമ്മുടെ ചിന്തയല്ല. അതൊന്നും നമ്മുടെ സ്തോത്രമല്ല, വഴികളല്ല. നമ്മുടെ വഴികൾ എന്ന് പറയുന്നത് ദൈവത്തിന് നിയോഗമാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോടായി, വ്യക്തികളോടായി വ്യക്തമായി വിളിച്ചു പറയുന്ന ദൂത്, ദൈവത്തിന്റെ നിയോഗത്തിന്, ദൈവത്തിന്റെ ശബ്ദത്തിന് കാതുകൊടുക്കുന്ന കുടുംബമേ, നിന്നെ ഈ കാലഘട്ടത്തിലെ ഉപയോഗിക്കാൻ പോകുകയാ. നിന്നെ ജനസമൂഹത്തിന് മുമ്പിൽ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. എവിടേക്ക് നിന്നെ അടിച്ചമർത്തുന്നുവോ, എവിടേക്ക് നിന്നെ നശിപ്പിക്കാൻ നോക്കുന്നുവോ, എവിടേക്ക് നിന്നെ വേദികൾ തകർത്തു കളയാൻ നോക്കുന്നുവോ, എവിടേക്ക് നിന്നെ വേദികളെ നഷ്ടപ്പെടുത്താൻ നോക്കുന്നുവോ, അപമാനങ്ങൾ പറഞ്ഞ് നിനക്ക് കിട്ടേണ്ട വേദികൾ നഷ്ടപ്പെടുത്താൻ നോക്കുന്നുവോ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നിന്നെ അഭിഷേകത്തോടെ കൊണ്ടു നിർത്താൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ സമൂഹത്തിന്റെ അടുത്ത്, നിന്റെ സ്തോത്രം സഭയ്ക്കകത്ത് നിന്നെ എവിടേക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നുവോ അവിടെയല്ല പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ചിലതിന്റെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാ. ഗ്ലോറി മാ ശംഭന വൈഡൽ പ്രമന ഘടകസി. നീ ഒരു പരാജയമെന്ന് വിധി എഴുതിയ പലരുമുണ്ട്. നിനക്ക് ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ് നിന്നെ ഒറ്റപ്പെടുത്തിയ പലരുമുണ്ട്. നിനക്ക് സ്തോത്രം എന്തിനാ നീ ഇങ്ങനെ എഴുന്നേൽക്കുന്നതെന്ന് പറഞ്ഞ പലരുമുണ്ട്. നിന്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്ത പലരുമുണ്ട്. നിന്റെ മിനിസ്റ്ററെ കുറ്റപ്പെടുത്തിയ പലരുമുണ്ട്. നിന്നെ നോക്കി കളിയാക്കി ചിരിച്ച പലരുമുണ്ടെന്ന് ദൈവാത്മാവ് പറയുക. നിന്റെ ശുശ്രൂഷയെ കണ്ട് നിന്നെ നോക്കി കളിയാക്കി ചിരിച്ച പലരുമുണ്ട്. ഇന്ന് രാത്രി ദൈവം പറയുക, നിന്റെ പ്രശ്നത്തിന് നടുവിൽ, അപമാനത്തിന് നടുവിൽ ദൈവാത്മാവ് നിന്നെ കരത്തിലെടുത്ത് ഉപയോഗിക്കാൻ പോകുകയാ. മനുഷ്യ ശക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നേരത്തെ കൃതജ്ഞതയിൽ കേട്ടതുപോലെ, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? നീ താളെളിയായി പോകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിശാചിനും പറ്റത്തില്ല, ഒരു മതപണ്ഡിതനും കഴിയത്തില്ല. യോഹന്നാൻ നീതിമാർഗം കൊണ്ട് വന്നിട്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവർ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിന് ആലോചനയ്ക്ക് അവർ കീഴ്പ്പെടുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നീ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ,
ദൈവ നിയോഗത്തിന് കീഴ്പ്പെടാൻ തയ്യാറാണെങ്കിൽ, ദൈവവചനത്തിന് മുന്നിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ അവസാന ദിവസം ഞാൻ പരിശുദ്ധമായി പറയുന്നു, ദൈവിക ദൂതുകൾക്ക് വേണ്ടി, ദൈവിക ആലോചനയ്ക്ക് വേണ്ടി, നമ്മെ നിത്യതയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി തിരുവെഴുത്തിനായി സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നിന്നെ നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ ഒരു പിശാചിനും നമ്മെ ദൈവം അനുവദിക്കത്തില്ല. ഒരു പിശാചിനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു തീ മതിലാക്കി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാ. തീ മതിലാക്കി ദൈവം നിന്നെ നിർത്താൻ പോകുക. തീ മതിലായി ദൈവം നിന്റെ കുടുംബത്തെ നിർത്താൻ പോകുകയാ. ഒരു ആഭിചാരത്തിനോ മന്ത്രവാദത്തിനോ ഒരു പൈശാചിക ശക്തിക്കോ ഒരു മാനുഷിക ശബ്ദത്തിനോ നിന്റെ ശുശ്രൂഷയോ നിന്റെ ജീവിതത്തെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറകളെയോ നിന്റെ നന്മകളെ അവകാശമാക്കുവാനോ അതിനെ നശിപ്പിക്കാനോ കഴിയത്തില്ല. ദൈവം നിന്നെ മതിലുപോലെ ദൈവം നിന്നെ സംരക്ഷിക്കുകയാ. തീ മതിലായിട്ട് ദൈവം നിന്നെ സംരക്ഷിക്കുകയാ. നീ കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുമോ? ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമോ? ദൈവിക വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമോ? ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി റിയലായിട്ട് ഇറങ്ങി വരികയാ. അവന്റെ ശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടുകയാ. അസാധ്യമാണെന്ന് പറയുന്ന മേഖലയിൽ നിന്റെ കുടുംബത്തിനകത്തേക്ക് ദൈവം ഇറങ്ങി വരികയാ. ഇന്ന് രാത്രി നിന്റെ തലമുറകളെ കർത്താവ് വിടുവിക്കാൻ പോകുകയാ. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം നിയന്ത്രിക്കാൻ പോകുകയാ. നമുക്കൊക്കെ പരിമിതികളുണ്ട് പ്രിയപ്പെട്ടവർ. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഞാൻ നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കും. നിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. കഴിഞ്ഞ നാടുകളിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം ദിവസങ്ങളിൽ തലമുറകളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാ. ചില കുടുംബങ്ങളോടായി പരിശുദ്ധാത്മ പറയുന്നു, തലമുറകളെ ദൈവത്തിനെ മാനിക്കാൻ പോകുകയാ. അഭിഷേകത്തിന്റെ ശക്തി തിമോഥെയോസിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ നിന്റെ വലിയമ്മ ലോബിസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്ന അഭിഷേകം, ആ വലിയ വിശ്വാസം നിന്നിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെ നിങ്ങളിലുള്ള അഭിഷേകം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 5-ാമത്തെ വാക്യം. 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആ വിശ്വാസം നിന്റെ വലിയ ലോബിസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലേ, നിന്നിലുണ്ട് അഭിഷേകത്തിന്റെ ശക്തി, നിന്നിലുണ്ടായിരുന്ന ദൈവകൃപ കുഞ്ഞുങ്ങളിലേക്ക് ദൈവാത്മാവ് പാസ് ചെയ്യാൻ പോകുകയാ. എന്താ കാര്യം? ദൈവത്തിന്റെ പ്രമാണത്തിന് വേണ്ടി നിന്നു. നിനക്കല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. പ്രൈസ് ദി ലോർഡ്. ഇതാ നിന്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഇതാ സ്തോത്രം. ചുങ്കക്കാരും വേശ്യമാരും അവരുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ പ്രമാണത്തെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ, പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന, പ്രൗഢിയുണ്ടെന്ന് പറയുന്ന, സ്ഥാനമാനമുണ്ടെന്ന് പറയുന്ന, വർഷങ്ങളായി ഞങ്ങൾ കുടുംബ പാരമ്പര്യം, ക്രിസ്തുവിന്റെ പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന പലരും ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാതെ മാറി നിൽക്കുമ്പോൾ, ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ദൈവം മാനിക്കുകയാ. നീതീകരിക്കപ്പെട്ടവരാ സന്തോഷത്തോടെ കടന്നു പോകുകയാ. ഈ രാത്രി നിന്നെ വിടുവിപ്പാൻ അവൻ ഇറങ്ങി വരികയാ. നിന്റെ കുടുംബത്തെ വിടുവിപ്പാൻ അവൻ ഇറങ്ങി വരികയാ. ജീസസ്. അസാധ്യമെന്ന് നീ വിധിയെഴുതിയ വിഷയത്തിനു മേൽ പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ പോകുകയാ. ഉടമനക സംധര തലമുറയെക്കുറിച്ച് കരയുന്ന ചില കുടുംബങ്ങളെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി കാണുകയാ. പരിശുദ്ധാത്മ ഞാൻ ദൂത് കൈമാറട്ടെ. തലമുറയെക്കുറിച്ച് കരയുന്ന ചില കണ്ണുനീരുകളെ പരിശുദ്ധാത്മാവ് കാണുകയാ. നിന്നെ മാനിപ്പാൻ പരിശുദ്ധാത്മത ഇറങ്ങി വരിക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വരികയാ. ജീസസ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഓൺലൈൻ കൺവെൻഷന്റെ അവസാന ദിവസം ആത്മാവിനെ ദൂത് കൈമാറുകയാ. നിന്റെ കണ്ണുനീരിന്റെ ഫലം തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ഇറങ്ങി വരികയാ. ഈ ശബ്ദത്തിലൂടെ നീ നിന്ദിക്കപ്പെടുവാൻ, നീ തലതാഴ്ത്തപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. സമയമാകുമ്പോൾ അവൻ നിന്നെ മാനിക്കാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നീ എന്നെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം, എന്റെ വാഗ്ദത്തത്തെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ വാഗ്ദത്തത്തെ ജീവിപ്പിക്കുന്നവൻ ഇന്ന് രാത്രി വെളിപ്പെടുകയാ. നിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സാമ്പത്തിക മേഖലകളുടെ ബന്ധത്തിൽ, തലമുറകളുടെ ബന്ധത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് കൈമാറുകയാ. നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. ആണ്ടുകൾ കഴിയുന്നതിന് മുമ്പേ നിന്റെ വാഗ്ദത്തത്തെ ദൈവത്തിന്റെ ആത്മാവ് ജീവിപ്പിക്കാൻ പോകുകയാ.
എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? തലമുറ തലമുറയായി നീ ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ സങ്കേതമാണ്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സമയം ഒത്തിരി നമ്മൾ മുന്നിലേക്ക് കടന്നു പോകുന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹോ റാബ ശംഭന വൈഢമനഗസി. ഈ രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ശമനഘടക സംധരാതി. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ഭാവി എന്തായിത്തീരും, നാളെ കുറിച്ച് നീ എന്തായിത്തീരുമെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ, നീ വ്യാകുലപ്പെടുമ്പോൾ ഇന്ന് രാത്രി പറയുക, ആമേ, കല്ലറവാതിക്കൽ അവർ ഭാരത്തോടെ കടന്നു പോകുമ്പോൾ കല്ലിനെ ഉരുട്ടി മാറ്റിയ ദൈവം ഇന്ന് രാത്രി കുടുംബങ്ങളുടെ അവസ്ഥകൾക്കൊരു വലിയ മാറ്റം വരുത്താൻ പോകുക. എന്തായി തീരുമെന്ന് പറഞ്ഞ് നീ നിരാശപ്പെടേണ്ട. തമ്പുരാൻ നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുക. പരിശുദ്ധ പിതാവേ, റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിനെ, വാട്സപ്പ് ഗ്രൂപ്പിനെയും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനെയും കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന് ചുമലമെടുക്കുന്ന കർത്താവിൻ്റെ ദാസിയെ റോസ് ലാൻഡിയെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മൂർച്ചയുള്ള ഒരു ആയുധം പോലെ ദൈവത്തിൻ്റെ ആത്മ ദിവസങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ചിലതിനെ തകർക്കുവാൻ, ചിലതിനെ ഉടയ്ക്കുവാൻ, ചിലതിനെ പണിതെടുക്കുവാൻ ദൈവം ഒരു പ്രത്യേക അഭിഷേകം രാശിയുടെ മേൽ കൈമാറുകയാണ്. പുഴുവായ യാക്കോബേ, ഇസ്രായേലിൻ പരിശി എന്ന് പറഞ്ഞ യാക്കോബിനോട് ദൈവം സംസാരിക്കുമ്പോൾ യാക്കോബിനോട് പറയുക, ഞാൻ നിന്നെ ആമേ സ്തോത്രം മൂർച്ചയേറിയതും പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മേധി വണ്ടിയാക്കാൻ പോകുകയാണെന്ന് ദൈവാത്മ പറഞ്ഞതുപോലെ പ്രിയ കർത്തദാസി റോസ് ആന്റിയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുക, ഞാനൊരു മെതി വണ്ടിയാക്കി നിന്നെ മാറ്റാൻ പോകുക. ചിലതിനെ ഉടച്ചു കളയാൻ, ചില പർവ്വതങ്ങളെ ഉടച്ചു കളയാൻ, ചില പ്രതിസന്ധികളെ തകർത്തുകളെ ദൈവത്തിന്റെ അഭിഷേകത്തോടെ ദൈവാത്മ പുറത്തു കൊണ്ടുവരാൻ പോകുക. പ്രിയ കുടുംബങ്ങളെ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കാനുണ്ട്. യോഹന്നാൻ സ്നാപകനെ പോലെ മനുഷ്യന്റെ മുഖം നോക്കാതെ ദൈവത്തിന് ആലോചന പറയാം. ദൈവം നമ്മളെ കണ്ടിരിക്കുകയാ. അതിനായി വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. പ്രമാണത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഒരു അനുരഞ്ജനത്തിന് നമ്മൾ കടന്നു പോകരുത്. ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ തീയാക്കി ദൈവം മാറ്റാൻ പോകുക. തീയാക്കി ദൈവം മാറ്റാൻ പോകുക. ചിലതിനെ ചുട്ടുകരിക്കുന്ന, പ്രതിസന്ധികളെ തോൽപ്പിക്കുന്ന, പ്രതികൂലങ്ങളെ അകഞ്ഞു മാറ്റുന്ന, പ്രശ്നങ്ങളെ തകർത്തു കളയുന്ന ആത്മാവിന്റെ തീനാളമായി ദൈവം മാറ്റാൻ പോകുക. കർത്താവേ, ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ ഗ്രൂപ്പിനെ കർത്താവ് അനുഗ്രഹിക്കണം. അനേകർക്ക് ആശ്വാസമായി തീരാൻ ദൈവം സഹായിക്കണം. ശക്തമായി മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവത്തിന് മഹത്വം. എനിക്കിങ്ങനെ സമയം അനുവദിച്ചു തന്ന എല്ലാ പ്രിയപ്പെട്ടവരും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ റോസ്ലാൻഡിയോടുള്ള നന്ദി അറിയിക്കുന്നു. ഒത്തിരി സമയങ്ങൾ കടന്നുപോയെന്ന് എനിക്കറിയാം. ദയവായി ക്ഷമിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരുന്നു. കണ്ണുനീരില്ലാത്ത നാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, നിറവിളിയില്ലാത്ത നാട്ടിലേക്ക്, വേദനയില്ലാത്ത നാട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് വേഗം വരികയാണ്. ആ വരവിനായി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയോടും വേർപാടോടും ദൈവകൃപയോടും ദൈവിക പ്രമാണത്തോടെ ആ ചുങ്കക്കാരും വേശ്യമാരും ദൈവത്തിന്റെ വചനത്തെ ആഴമായി വിശ്വസിച്ചതുപോലെ നീതിയുടെ വചനത്തെ, ദൈവത്തിന്റെ നീതിയുടെ മാർഗത്തെ ആഴമായി ഏറ്റെടുത്തതുപോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് തുടർന്നുള്ള സമയങ്ങളിൽ ഈ മിനിസ്ട്രിയെ ശക്തമായി മാനിക്കട്ടെ. ദൈവത്തിന്റെ നിയോഗം നമ്മുടെ കൂടെയുണ്ട്. അതിനായി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.